താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമെന്ന് ബാലാവകാശ കമ്മീഷൻ. പരീക്ഷ നടത്താൻ അനുമതി നൽകിയ ബോർഡിന് ഫലം തടഞ്ഞുവെക്കാൻ അധികാരമില്ലെന്നും കമ്മീഷൻ പറഞ്ഞു. രാഹുൽ കെ വി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ബാലാവകാശ കമ്മീഷന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തിയിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഫലം പറയാനുമുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്താണ് വിശദാംശങ്ങൾ? മാർഷൽ, ഷഹബാസ് കൊലക്കേസിൽ 6 വിദ്യാർത്ഥികളാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതർ. ഇവരുടെ പരീക്ഷാഫലം 18-നകം പ്രസിദ്ധീകരിക്കണമെന്നതാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. അതായത് SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച സമയത്ത് ഈ 6 വിദ്യാർത്ഥികളുടെയും ഫലം പരീക്ഷാഭവൻ അത് തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതികളായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ പിതാവാണ് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് ഇതിൽ വാദം നടന്നു. അതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അതുപോലെ പരീക്ഷാഭവൻ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പരീക്ഷ നടത്തിയത് ഇതേ ഭവൻ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഫലം തടഞ്ഞുവെക്കുക എന്നാണ് കമ്മീഷൻ ചോദിക്കുന്നത്. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് നിരവധിയായ പ്രതിഷേധങ്ങൾ ആ സമയത്ത് നടന്നിരുന്നതാണ്. പക്ഷേ ഭവൻ അത് വ്യക്തമായ നിലപാടെടുത്തു. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതട്ടെ എന്നതാണ്. ജുവനൽ ഒബ്സർവേഷൻ ഹോമിൽ നിന്നാണ് 6 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയത്. പക്ഷേ SSLC ഫലം പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ 6 പേരുടെയും ഫലം തടഞ്ഞുവെച്ചു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട ഒരു വിധി ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. 18-നകം, അതായത് മറ്റന്നാളിനകം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഏതായാലും അവധി ദിനമാകും. അപ്പോൾ നാളെ തന്നെ ഒരുപക്ഷെ ഇവരുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഒരു ഉത്തരവാണ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വീകരിച്ച നടപടികൾ 10 ദിവസത്തിനകം ഈ എതിർകക്ഷികൾ അറിയിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ ഏതായാലും ഇപ്പോൾ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന കേസിന്റെ നടത്തിപ്പ് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഉള്ളത്.